പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുതുയുഗയാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ സമ്മേളനത്തിൽ തനിക്ക് മുന്നേ വി.ഡി. സതീശൻ സംസാരിച്ചത് ഷാഫി പറമ്പിൽ എം.പിക്ക് അത്ര പിടിച്ചില്ല. വേദിയിൽ പരസ്യ നീരസപ്രകടനം. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. വി.ഡി. സതീശനെ സംസാരിക്കാൻ ക്ഷണിച്ച ഡി.സി.സി സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തർക്കിച്ചു. അനുനയിപ്പിക്കാൻ ഡി.സി.സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെയും മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളയുടെയും ശ്രമം. അല്പസമയത്തെ ആശയക്കുഴപ്പത്തിന് ശേഷം സതീശൻ പ്രസംഗം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ സംസാരത്തിനു ശേഷം ഡി.സി.സി സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ പിണക്കം മാറ്റാൻ ഷാഫിയെ സംസാരിക്കാൻ വേദിയിലേക്ക് ക്ഷണിച്ചു. ഇനി സംസാരിക്കാനില്ലെന്ന നിലപാട് മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിൽ എം.പി പ്രതിപക്ഷ നേതാവിനോടായി ഒറ്റ വരി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. ജാഥ ക്യാപ്റ്റൻ വേദിയിലിരിക്കെ മറ്റു നേതാക്കൾ സംസാരിക്കരുതെന്ന സിസ്റ്റം നിലനിൽക്കെ എം.കെ. രാഘവൻ എം.പി സംസാരിക്കുകയും ഷാഫിയെ വിളിക്കാതിരിക്കുകയും ചെയ്തു. 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. പരിപാടി തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ജാഥയുടെ ഒരു സിസ്റ്റം തന്നെ, ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരും സംസാരിക്കരുത്, ജാഥ ക്യാപ്റ്റൻ സംസാരിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. അത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സീനിയറായ എം.കെ. രാഘവൻ എം.പി സംസാരിച്ചു. തൊട്ടടുത്ത് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. അപ്പം സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് ജാഥ ക്യാപ്റ്റൻ പ്രസംഗിക്കേണ്ട സമയമായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചതാണ്. ദൃശ്യങ്ങളിൽ നിന്ന് ഷാഫി പറമ്പിൽ എം.പിയുടെ നീരസം അത്രത്തോളം പ്രകടമാണ്. ഇടതുഭരണം അവസാനിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വി.ഡി. സതീശന്റെ പുതുയുഗയാത്ര, അത്തരത്തിലൊരു പരിപാടിയിൽ ഷാഫി പറമ്പിൽ എം.പി നടത്തിയ പ്രതികരണം, അതാണ് പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.